വർഷങ്ങളായി കൃഷിയിലൂടെ ഉപജീവനം കണ്ടെത്തുന്ന പീറ്റർ ഒരു വർഷം മുമ്പാണ് മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത്. പടിഞ്ഞാറത്ര അരമ്പറ്റക്കുന്നിലെ പീറ്ററിന്റെ കൃഷിയിടത്തിൽ 5 കുളങ്ങളിലായാണ് മത്സ്യം വളർത്തുന്നത്. ഗിഫ്റ്റ് തിലാപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് പ്രധാനമായും വളർത്തുന്നത്. 14 മാസം മുമ്പാണ് കുളം കുഴിച്ച് 6000 കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. സെപ്റ്റംബർ 13-നായിരുന്നു ആദ്യ വിളവെടുപ്പ്. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ മത്സ്യം പിടിക്കുന്നു. $13 കിൻഡൽ മീനാണ് ഇതുവരെ ലഭിച്ചത്. ഇനിയും 5 കിൻഡലെങ്കിലും ലഭിക്കുമെന്നാണ് പീറ്ററിന്റെ പ്രതീക്ഷ. കിലോയ്ക്ക് 250 രൂപ നിരക്കിലാണ് ഗിഫ്റ്റ് തിലാപ്പിയ വിൽക്കുന്നത്. കുളത്തിൽ വലയിട്ടാണ് മീൻപിടുത്തം. വലയിൽ കുടുങ്ങുന്ന ചെറു മത്സ്യങ്ങളെ ഒഴിവാക്കും. വലിയ മീനുകളെ കുളത്തിന്റെ ഒരു വശത്ത് സ്ഥിരമായി കെട്ടിയിരിക്കുന്ന വലയ്ക്കകത്തേക്ക് മാറ്റും. ആവശ്യക്കാർ വരുമ്പോൾ ഇവിടെ നിന്നും പിടിച്ച് തൂക്കി വിൽക്കും. വിൽപ്പന നമുക്ക് ഇവിടെ തന്നെ ശരിയാണ്. ഹോൾസെയിലായിട്ട് കൊടുക്കലില്ല. ഇവിടെ തന്നെ നമ്മൾ വരുന്നവർക്ക് കിലോയ്ക്ക് 250 തോതിൽ കൊടുക്കുകയാണ് ചെയ്യുക. അഞ്ച് കുളങ്ങൾ കുഴിക്കാൻ 2.5 ലക്ഷം രൂപ ചെലവ് വന്നു. 1,37,000 രൂപ സബ്സിഡിയായി ലഭിച്ചു. മത്സ്യക്കുഞ്ഞുങ്ങൾക്കും സബ്സിഡി ലഭിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ എല്ലാവിധ സഹായങ്ങളും ഈ കർഷകന് ലഭിക്കുന്നുണ്ട്. സ്ഥിരമായ മേൽനോട്ടവും സാങ്കേതിക സഹായവും ഇവർ ഉറപ്പുവരുത്തുന്നു. ആദ്യഘട്ടത്തിലെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ കാര്യമായ മുതൽ മുടക്കില്ലാത്തതിനാൽ മത്സ്യകൃഷി ലാഭകരമായി ചെയ്യാമെന്ന് പീറ്റർ പറയുന്നു. 14 മാസം കൊണ്ട് തന്നെ പീറ്ററിന് മുടക്കുമുതൽ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. വിളവെടുപ്പ് നമ്മളിപ്പം സെപ്റ്റംബർ 13-ന് വിളവ് എടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ ഇങ്ങ് പിടിച്ചു പോരുവാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 12-13 കിൻഡൽ മീനോളം നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 13 കിൻഡൽ മീനോളം പിടിച്ചിപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു 4-5 കിലോ മീനുകൾ പിടിക്കാനുണ്ടാവും. മത്സ്യകൃഷിക്ക് പുറമെ കുളത്തിനോട് ചേർന്ന പച്ചക്കറികളും പീറ്ററും കുടുംബവും നട്ടുവളർത്തുന്നുണ്ട്. മത്സ്യക്കുളത്തിലെ വെള്ളം ഉപയോഗിച്ച് ജലസേചനം നടത്തിയാൽ രാസവളവും കീടനാശിനിയുമില്ലാതെ പച്ചക്കറിയിൽ നിന്ന് മികച്ച വിളവ് ലഭിക്കുമെന്ന് പീറ്റർ പറയുന്നു. നമ്മൾ ഇതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ പച്ചക്കറിക്ക് വേറെ വളമൊന്നും വേണ്ട, രാസവളം വേണ്ട, ഒന്നും വേണ്ട. നല്ല വളമാണ് ഇത്. ഇതിൻ്റെ വെള്ളം ഇനിയിപ്പോൾ വാഴ വെച്ച് കൊടുക്കാൻ പോവാണ്. വാഴ വെച്ച് കഴിഞ്ഞാൽ രാസവളമൊന്നും വേണ്ട, കീടനാശിനിയൊന്നും വേണ്ട. ഇതിൻ്റെ വെള്ളം തന്നെ മതി നമുക്ക് എന്താണ് വാഴയ്ക്ക് വളരാനും നല്ല ഇതാണിത്. മത്സ്യകൃഷിക്കും പച്ചക്കറിക്കും പുറമെ വാഴയും പശുവളർത്തലുമൊക്കെയായി ഫാം വിപുലീകരിക്കുകയാണ് ഈ കർഷകന്റെ ലക്ഷ്യം. മാതൃഭൂമി ന്യൂസ്, വയനാട്.